ഹായ് എവ്രി വൺ, ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്ന പേപ്പർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്, MPA 014. നമ്മുടെ MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന കുട്ടികൾക്ക് ഫസ്റ്റ് ഇയറിൽ 4 കമ്പൽസറി പേപ്പേഴ്സ് ആണുള്ളത്. അതിനകത്ത് ഒന്നാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അപ്പം നമ്മുടെ ഈ ക്ലാസ്സിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ പേപ്പറിനെ കുറിച്ച് വളരെ ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് ഈ പേപ്പറിൽ കവർ ചെയ്യുന്ന 23 യൂണിറ്റ്സ് ഉണ്ട്. ആ യൂണിറ്റ്സിന്റെ സിലബസ് ഒന്ന് ഡീകോഡ് ചെയ്യും. ഓക്കെ, അപ്പം സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്? ഞാൻ ഈ ടേമിനെ വളരെ ബേസിക് ആയിട്ട് ലിറ്ററൽ ആയിട്ടാണ് ഒന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് കൊണ്ടല്ല, നമ്മുടെ ക്ലാസ്സിനകത്ത് ഒരേ സമയം HRM അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ടേമിനെ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളും എന്നാൽ ഇതിനെക്കുറിച്ച് നല്ല അവയർനെസ് ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതെല്ലാം അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിറ്ററൽ ബ്രേക്കപ്പ് ഞാൻ നടത്തുന്നത്. ഓക്കെ, എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്? ഹ്യൂമൻസിനെ റിസോഴ്സ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. അങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നതിനെ മാനേജ് ചെയ്യുന്ന ഒരു പഠന ശാഖയാണ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഹ്യൂമൻസിനെ റിസോഴ്സ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിന് മാനേജ് ചെയ്യുന്ന ഒരു പഠനമാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അപ്പൊ ചോദിക്കും, എന്താണ് ഹ്യൂമൻ റിസോഴ്സ് അല്ലെ? ഇതറിയണമെങ്കിൽ റിസോഴ്സ് എന്താണെന്ന് അറിയണം. റിസോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ലൈഫിനെ വളരെ എഫിഷ്യന്റ് ആയിട്ട്, ഇഫക്റ്റീവ് ആയിട്ട്, ഹൈലി പ്രൊഡക്റ്റീവ് ആയിട്ട്, സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഏതൊരു കാര്യം റിസോഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിലുള്ള പൈസ, പണം, സമയം, നമുക്ക് ചുറ്റുമുള്ള എനർജി, എയർ, വാട്ടർ, അങ്ങനെ എല്ലാ ഓരോ കാര്യവും റിസോഴ്സ് ആണ്. ഇവയെല്ലാം നമ്മുടെ ലൈഫിനെ വളരെ സ്മൂത്ത് ആയിട്ട്, എഫിഷ്യന്റ് ആയിട്ട്, ഇഫക്റ്റീവ് ആയിട്ട്, പ്രൊഡക്റ്റീവ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നില്ലേ? ഇതേപോലെ തന്നെ ഹ്യൂമൻ ബീയിങ്സിനെ, എസ്പെഷ്യലി നമ്മുടെ ഹ്യൂമൻ ഇന്റലിജൻസ്, മാൻ പവർ, ഇതിനൊക്കെ നമ്മൾ റിസോഴ്സ് ആയിട്ട് ഉപയോഗിക്കുക. എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിനെ വളരെ എഫിഷ്യന്റ് ആയിട്ട്, ഇഫക്റ്റീവ് ആയിട്ട്, പ്രൊഡക്റ്റീവ് ആയിട്ട്, സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ കാണുന്ന ഇക്കണോമിക് ഡെവലപ്മെന്റും ഇക്കണോമിക് പ്രോഗ്രസും സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ള എല്ലാ പ്രോസ്പെരിറ്റിയും ഒക്കെ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുന്നതിന്റെ ഭാഗമാണ്. ഓക്കെ, ഇവിടെയാണ് ഈ പേപ്പർ റെലവെന്റ് ആവുന്നത്. ഒന്നും കൂടെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഒരു ജോബ് സീക്കർ ആണെന്നിരിക്കട്ടെ, നമ്മളൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്കോ ഒരു കമ്പനിയിലേക്കോ എന്തെങ്കിലും പൊസിഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അവിടേക്ക് ആ ഒരു കമ്പനിയിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുകയും അവർക്ക് വേണ്ടുന്ന ട്രെയിനിങ് കൊടുക്കുകയും അവർക്ക് വേണ്ടിയുള്ള റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുകയും അവരുടെ പെർഫോമൻസ് അപ്രൈസൽ നോക്കുകയും അവർക്ക് വേണ്ടുന്ന വർക്ക് കൾച്ചർ പ്രൊവൈഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ആ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും, HR ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. അവരുടെ തലപ്പത്ത് ഒരു HR മാനേജർ ആയിരിക്കും ഈ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുക. ഓക്കെ, അപ്പം ഇവിടെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് റെലവൻസ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം ഡേ ബൈ ഡേ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ റെലവൻസ് കൂടിക്കൂടി വരികയാണ്. കാരണം നമ്മുടെ ഓർഗനൈസേഷൻസ് അല്ലെ, നമ്മുടെ ഇക്കണോമിക് ഡെവലപ്മെന്റ്, ഇക്കണോമിക് പ്രോഗ്രസ് ഉണ്ടാകണമെങ്കിൽ ഈ ഇക്കോണമിയുടെ എല്ലാ ഓരോ കമ്പോണൻസ് ആകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യണം. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഗോള്, മിഷൻ, വിഷൻ ഒക്കെ അനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടുന്ന ബെസ്റ്റ് കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യണം. ഓക്കെ, അവരെയൊക്കെ വേണ്ട റിക്രൂട്ട്മെന്റും ട്രെയിനിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്ത് HR ഡിപ്പാർട്ട്മെന്റുകൾ വേണം. ഓക്കെ, അവരുടെ തലപ്പത്ത് HR മാനേജേഴ്സ് വേണം. ഇതൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ള പഠനശാലയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, ഇതാണ് ഈ പേപ്പറിന്റെ റെലവൻസ് എന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്ക് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ഈ ഒരു പേപ്പർ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ഈ പേപ്പറിന്റെ സിലബസിലേക്ക് കിടക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പേപ്പറിനകത്ത് 23 യൂണിറ്റ്സ് ആണ് വരുന്നത്. അതിനകത്ത് ഒന്നാമത്തെ യൂണിറ്റ് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് തന്നെയാണ് വരുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന്. ആ ഒരു ടേം നമ്മൾ ഒന്നുകൂടെ അനലൈസ് ചെയ്യും, എന്താണെന്ന് മനസ്സിലാക്കും, ഒരുപാട് ഡെഫിനേഷൻസ് ഒക്കെ പഠിക്കും. അതിനകത്ത് HR മാനേജർ എന്ത് ചെയ്യുന്നു എന്ന് പഠിക്കും. HRM വളരെ ഡേ ബൈ ഡേ റെലവൻസ് കൂടി വരുന്ന പേപ്പർ ആണെങ്കിൽ കൂടിയും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഈ കോൺസെപ്റ്റിന് ഒരുപാട് ഫ്യൂച്ചർ ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിനെ കുറിച്ചൊക്കെ പഠിക്കും. ഇതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ കവർ ചെയ്യുക. ഓക്കെ,
നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ കവർ ചെയ്യുന്നത് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സ്റ്റാഫിങ്ങും റിക്രൂട്ടിംഗ് ഒക്കെ പഠിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതിനെ കുറിച്ചായിരിക്കും പഠിക്കുന്നത്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു സ്ട്രാറ്റജിക് ആവുമ്പോഴത്തേക്കും ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കുറച്ചുകൂടെ സ്ട്രാറ്റജിക് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അത് കുറച്ചുകൂടെ ലോങ് ടേം വിഷണറി ആയിരിക്കും അതിനകത്ത് നമ്മൾ കവർ ചെയ്യുക. അപ്പോൾ അത് നമ്മൾ അതിന്റെ കോൺസെപ്റ്റും അതിന്റെ ആസ്പെക്റ്റും ഫീച്ചറും ആപ്ലിക്കേഷൻസും അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ മോഡൽസും അപ്രോച്ചുകളും ഒക്കെ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ കവർ ചെയ്യും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സെക്കൻഡ് നമ്മൾ വ്യത്യാസം ഇത്രേ ഉള്ളൂ. ഒന്നാം പാഠത്തിൽ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ള കോൺസെപ്റ്റ് പഠിക്കുള്ളൂ. സെക്കൻഡ് ചാപ്റ്റർ വരുമ്പോഴത്തേക്കും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ് ആ ഒരു കോൺസെപ്റ്റിന് കുറച്ചുകൂടെ ലോങ് ടേമിൽ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയായിരിക്കും, അതായിരിക്കും സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനകത്ത് നമ്മൾ പഠിക്കുക. ഓക്കെ, നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്കും HR പ്ലാനിങ് ആൻഡ് സ്ട്രാറ്റജി ആയിരിക്കും വരിക. അതായത് ഈ ഹ്യൂമൻ റിസോഴ്സിനെ നമ്മുടെ മാൻ പവർ, നമ്മളൊക്കെ മാൻ പവർ ആണല്ലോ, ഈ മാൻ പവറിന്റെ പ്ലാനിങ് എങ്ങനെയാണ്, അങ്ങനെ പ്ലാൻ ചെയ്യുന്നതിന്റെ സ്ട്രാറ്റജി എന്താണ്, അതിന്റെ റിക്വയർമെന്റ്സ്, പ്രോസസ്സുകൾ, അതിന്റെ വിവിധ ആസ്പെക്റ്റുകൾ, അഡ്വാൻറ്റേജ്, ഷോർട്ട് കമ്മിറ്റ്സ്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ തേർഡ് യൂണിറ്റിൽ കവർ ചെയ്യുക. നമ്മൾ അടുത്ത യൂണിറ്റിലേക്ക് പോകുമ്പോഴത്തേക്കും ജോബ് അനാലിസിസ് ആൻഡ് ഡിസൈൻ. നമ്മളിപ്പോ ലിങ്ക്ഡിനിൽ കയറി അല്ലെങ്കിൽ ഗ്ലാസ് ഡോർ, ഇന്ത്യയിലൊക്കെ കയറി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഒരു ജോബ് പ്രൊഫൈൽ എടുക്കുമ്പോഴത്തേക്കും അതിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ ഒക്കെ കാണത്തില്ല. അപ്പം ആ ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് ഡിസൈനും ഒക്കെ ബേസിക്കലി എന്താണ്, ജോബ് അനാലിസിസ് ആണ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഒരു HR ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് അവരുടെ ജോബ് അനാലിസിസിന്റെ ഭാഗം, ഒരു ജോലി എങ്ങനെയാകണം. ഓക്കെ, ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണ് ഈ യൂണിറ്റ് 4-നകത്ത് ജോബ് അനാലിസിസ് ആൻഡ് ഡിസൈൻ. അപ്പൊ അതിന്റെ പർപ്പസ് എന്താണ്, എന്തിനാണ് അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നത്, അതിന്റെ ഔട്ട്കം എന്താണ് അതിന്റെ ആസ്പെക്റ്റുകൾ, നമ്മൾ മെത്തേഡ്സ് ടു ഒബ്റ്റെയിൻ ഡേറ്റ, അങ്ങനെ ചെയ്യുന്ന ലിമിറ്റേഷൻസ്, ഇതൊക്കെ ആയിരിക്കും 4-ാമത്തെ യൂണിറ്റിൽ കവർ ചെയ്യുക. അടുത്ത യൂണിറ്റിനകത്ത് നമ്മൾ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷനെ കുറിച്ച് അധികം പഠിക്കാം. അപ്പൊ അതായത് ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണ് ആൾക്കാർ റിക്രൂട്ട് ചെയ്യുന്നു. അപ്പം നമ്മൾ ഓരോ ജോബിനും റിക്രൂട്ട്മെന്റ് ഒരുപോലല്ല. ചിലർക്ക് സ്കിൽ ടെസ്റ്റേ ഉള്ളൂ, ചിലർക്ക് ഇന്റർവ്യൂ ഉള്ളൂ, ചിലർക്ക് എന്താണ് ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും, ചിലർക്ക് ഇതെല്ലാം കാണും. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ റിക്രൂട്ട്മെന്റ് സെലക്ഷൻ മെത്തേഡ്സ് വേരി ചെയ്യുന്നു, അപ്പൊ അതിന്റെ എസെൻഷ്യൽസ്, അതിനകത്ത് വരുന്ന സ്റ്റെപ്സ്, ഓക്കെ, പിന്നെ ഓരോ കോണ്ടെക്സ്റ്റ് സ്പെസിഫിക് ആയിട്ട് പഠിക്കും. അതിനകത്തുള്ള പ്രൊമോഷനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, ഇറ്റ് കംസ് ടു 6th ചാപ്റ്റർ പെർഫോമൻസ് അപ്രൈസൽ. എന്താണ് ഈ പെർഫോമൻസ് അപ്രൈസലിനകത്ത് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെർഫോമൻസ് അപ്രൈസൽ എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ, നമ്മുടെ പെർഫോമൻസ് മെഷർ ചെയ്യുന്ന കോൺസെപ്റ്റ് ആണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിന്റെ റിക്വയർമെന്റ്സ് എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഓക്കെ, വിവിധ അപ്രോച്ചുകൾ, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു റിലേറ്റഡ് ഐഡിയാസ് ലൈക്ക് പെർഫോമൻസ് മെഷർമെന്റ്, പെർഫോമൻസ് മാനേജ്മെന്റ്. ഓക്കെ, അതായത് സംഭവം ഇത്രയേ ഉള്ളൂ, നമ്മുടെ പെർഫോമൻസ് അസസ് ചെയ്യുന്ന പരിപാടിയാണ് ഈ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് 7-ാമത്തെ പാഠത്തിനകത്ത് നമ്മള് ഈ കോമ്പൻസേഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതായത് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ പല രീതിയാണ്. നമ്മുടെ കയ്യിൽ നമ്മൾ കൊടുക്കുന്ന റെമ്യൂണറേഷൻ സാലറി ഉണ്ടല്ലോ, അപ്പം മന്ത്ലി സാലറി, ഡെയിലി വേജ്, അപ്പൊ അതിന്റെ ആ വേജ് സാലറി എന്താണ്, പ്രിൻസിപ്പിൾസ് ഓഫ് റെമ്യൂണറേഷൻ എന്താണ്, ഈ സാലറി സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യുന്നതിനെ കുറിച്ച്, ഈ പേ കമ്മീഷൻസിനെ കുറിച്ചൊക്കെ പഠിക്കും. ഓക്കെ, അതേപോലെ തന്നെ റിവാർഡ്സ് ആൻഡ് ഇൻസെന്റീവ്സ്. നമ്മളിപ്പോ ഒരാൾ നല്ല കാര്യം ചെയ്താൽ അയാൾക്ക് എന്തെങ്കിലും റിവാർഡ് കൊടുക്കുക, അയാളെ ബെസ്റ്റ് പെർഫോമർ ആയിട്ട് നമ്മൾ അവരെ എന്താണ് അവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് റിവാർഡാണ്, ഒരു കൈൻഡ് ഓഫ് ഇൻസെന്റീവ് ആണ്. ഓക്കെ, അതുപോലെ നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സോഷ്യൽ സെക്യൂരിറ്റി ഇൻസെന്റീവ് പ്ലാൻസ് കൊടുക്കുക. ഇതൊക്കെ എന്താണ് അവർക്ക് കൊടുക്കുന്ന കോമ്പൻസേഷൻസ്. അപ്പൊ അങ്ങനെ വലിയ തരത്തിലുള്ള റിവാർഡ്സ്, കോമ്പൻസേഷൻ, അതെങ്ങനെ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു, ഇതൊക്കെയാണ് യൂണിറ്റ് 8-നകത്ത് കവർ ചെയ്യാം. 9th ചാപ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്കും എംപ്ലോയി ബെനിഫിറ്റ്സ് ആണ്. അപ്പം അതില് വിവിധ തരത്തിലുള്ള എക്സാമ്പിൾസ്, ഇങ്ങനെ ഈ എംപ്ലോയി ബെനിഫിറ്റ്സിന് എക്സാമ്പിൾസ് പഠിക്കും. അതിന്റെ പർപ്പസ് എന്താണ്, വിവിധ ടൈപ്സ് ഓഫ് ബെനിഫിറ്റ്സിനെ കുറിച്ച് പഠിക്കും, പെൻഷൻ സ്കീമുകളെ കുറിച്ചൊക്കെ പഠിക്കും. ഓക്കെ, 10ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്കും ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അപ്പൊ ട്രെയിനിങ് അറിയാലോ, ഓരോക്കെ കൊടുക്കുന്ന ട്രെയിനിങ് എന്താണ്, ട്രെയിനിങ്ങും ഡെവലപ്മെന്റ്, എഡ്യൂക്കേഷൻ എന്തിനാണ് ഇമ്പോർട്ടൻസ് എന്താണ്, ആ പ്രോസസ് ഓഫ് ട്രെയിനിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്തൊക്കെയാണ് വരും എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കും. 11ാമത്തെ ചാപ്റ്ററിനകത്ത് റീഡിപ്ലോയ്മെന്റ് ആൻഡ് റീസ്കില്ലിംഗ്. മനസ്സിലാക്കുക,
റീസ്കില് ചെയ്യുക, റീഡിപ്ലോയ് ചെയ്യുക. അപ്പൊ എന്താണ് റീഡിപ്ലോയ്മെന്റ് എന്ന് പഠിക്കും. അതായത് നമ്മൾ പറഞ്ഞ പോലെ നമ്മളൊന്നും കൂടെ എന്താണ് പോളിഷ് ചെയ്യുന്ന പരിപാടിയാണ്. ഒരു എംപ്ലോയി, ഒരു ഓർഗനൈസേഷനകത്തുള്ള എംപ്ലോയി പോളിഷ് ചെയ്യുന്ന പരിപാടിയാണ് ഈ റീഡിപ്ലോയ്മെന്റ്, റീസ്കില്ലിംഗ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതിന് ഗൈഡ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് എന്താണ്, ബന്ധപ്പെട്ട ഇഷ്യൂസ് എന്താണ്, അല്ല റീഡിപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ, റീസ്കില്ലിങ്ങിന്റെ ഇമ്പോർട്ടൻസ്, മീനിങ്, അതിന്റെ പ്രോസസ്സുകൾ, ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് കവർ ചെയ്യും. ഓക്കെ, അടുത്ത ചാപ്റ്റർ 12ഉം 13 ഡെവലപ്മെന്റിനെ കുറിച്ച്. ലേണിംഗ് എന്താണ്, ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ്, ലേണർ, ടീച്ചർ, ബന്ധപ്പെട്ട തിയറീസ്, എലമെന്റ്സ് ഇൻ ദ പ്രോസസ് ഓഫ് ലേണിംഗ്, കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ്. 13th ചാപ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്കും മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആണ്. അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇതിന്റെ അപ്രോച്ചുകളെ കുറിച്ച് പഠിക്കും. മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ ട്രെയിനിങ്, ബന്ധപ്പെട്ട ഇഷ്യൂസ്, ഇത് ഈ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഇവാലുവേറ്റ് ചെയ്യുന്നു, ഇതൊക്കെ പഠിക്കും. ഓക്കെ, അടുത്ത് യൂണിറ്റ്സ് 14, 15 വരുമ്പോഴത്തേക്കും കപ്പാസിറ്റി ആൻഡ് ക്വാളിറ്റി ആണ്. എംപ്ലോയി കപ്പാസിറ്റി ബിൽഡിംഗ്. ഓക്കെ, ഈ കപ്പാസിറ്റി ബിൽഡിങ്ങിന്റെ ഒബ്ജക്റ്റീവുകൾ, അതിന്റെ സിഗ്നിഫിക്കൻസ്, ബന്ധപ്പെട്ട പ്രോസസ്സുകൾ, സ്ട്രാറ്റജികൾ ഒക്കെ കവർ ചെയ്യും. ഓക്കെ, 15ാമത്തെ പാഠത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, അതായത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ മാനേജ്മെന്റിനെ നമ്മൾ ഇംപ്രൂവ് ചെയ്യും. നമ്മൾ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ സർവീസ് പ്രൊവൈഡ് ചെയ്തതിന്റെ ക്വാളിറ്റി കൂട്ടി നമ്മൾ അതിന്റെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്സ് വരുത്തി മാനേജ് ചെയ്യുന്ന ഒരു ആസ്പെക്ട് ആണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. അതിന് ഡീപ്പായിട്ട് എന്താണ് അതിന്റെ കോൺസെപ്റ്റ് നമ്മൾ പഠിക്കും. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് വേഴ്സസ് ട്രഡീഷണൽ മാനേജ്മെന്റ്, അതിന്റെ ഫ്രെയിംവർക്ക് ഒക്കെ നമ്മൾ കവർ ചെയ്യും. പിന്നെ ഇന്ത്യയിലുള്ള ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റിനെ കുറിച്ച് പഠിക്കും. ഓക്കെ, യൂണിറ്റ് 16 വരുമ്പോഴത്തേക്കും എംപ്ലോയിയുടെ എന്താണ് ഹെൽത്തും അതുപോലെ സേഫ്റ്റിയെ കുറിച്ചുള്ള പാഠമാണ്. അപ്പം ഹെൽത്ത് ഇഷ്യൂസ്, അതായത് ഒബ്വിയസ്ലി എംപ്ലോയിക്ക് എന്താണ് ഹെൽത്ത് ഇഷ്യൂസ് ആണ്. അല്ലാതെ ഒരു ജോബ് സ്ട്രെസ് ആവും, ബേൺ ഔട്ട് ആവും, കമ്പ്യൂട്ടർ റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടാവും, നോയിസ് കൺട്രോൾ, എയ്ഡ്സ്, ആൽക്കഹോളിസം ആൻഡ് ഡ്രഗ് അബ്യൂസ്, വയലൻസ് ഇൻ വർക്ക് പ്ലേസ്, അങ്ങനെ എംപ്ലോയീസ് ഫേസ് ചെയ്യുന്ന ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചും അവരുടെ സേഫ്റ്റിയെ കുറിച്ചുമാണ് ആ പാഠത്തിൽ കവർ ചെയ്യുക. 17ഉം 18ഉം വരുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് റിലേഷൻസിനെ കുറിച്ചാണ്. അതായത് എംപ്ലോയി റിലേഷൻസും എംപ്ലോയർ റിലേഷൻസും ആയിരിക്കും കവർ. അപ്പം ചാപ്റ്റർ 17 വരുമ്പോഴത്തേക്കും എംപ്ലോയി ഇൻവോൾവ്മെന്റ്, വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ, കളക്റ്റീവ് ബാർഗെയിനിങ്, ട്രേഡ് യൂണിയൻസ്, അതായത് എംപ്ലോയീസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിൽ അതായിരിക്കും അവിടെ കവർ ചെയ്യും. ഓക്കെ, ക്വാളിറ്റീസ് ഇതൊക്കെ വരും. When it comes to 18th unit, industrial relations, industrial peace, labor policy, defining grievance, പിന്നെ മെത്തേഡ്സ് ഓഫ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ, ലേബർ ലോസ് ഒക്കെ അവിടെ കവർ ചെയ്യും. യൂണിറ്റ് 19 വരുമ്പോഴത്തേക്കും ഡിസിപ്ലിനും ഗ്രീവൻസുകളും. ഓക്കെ, ആസ്പെക്ട്സ് ഓഫ് ഡിസിപ്ലിൻ, പ്രോഗ്രസീവ് ഡിസിപ്ലിൻ, റിക്വയർമെന്റ്സ് ഓഫ് എഫക്റ്റീവ് ഡിസിപ്ലിൻ, നെഗറ്റീവ് ഡിസിപ്ലിൻ, ഓക്കെ, സിവിൽ സർവീസ് കോണ്ടെക്സ്റ്റുള്ള ഡിസിപ്ലിൻ, ഇതൊക്കെ നമ്മൾ കവർ ചെയ്യും. ഓക്കെ, യൂണിറ്റ് 20, 21 വരുമ്പോഴത്തേക്കും നമ്മൾ അസസ്മെന്റ് ആണ്. അസസിങ് ഇഫക്റ്റീവ്നെസ്, എത്രത്തോളം ഇഫക്റ്റീവ് ആണ് അസസ് ചെയ്യുന്നത്, അതിന്റെ പർപ്പസ് എന്താണ്, അതിനകത്തൊരു 4C മോഡലൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ ഇഫക്റ്റീവ്നെസ് സ്റ്റാൻഡേർഡ്സ്, അസസിങ് ഇഫക്റ്റീവ്നെസ്, പ്രോസസ് പെർസ്പെക്ടീവ്സ്, ഇതൊക്കെ 20ാമത്തെ യൂണിറ്റ് കവർ ചെയ്യും. 21st യൂണിറ്റ് വരുമ്പോഴത്തേക്കും HR ഓഡിറ്റ്, ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റ്. അപ്പം HR ഓഡിറ്റിന്റെ ആസ്പെക്ട് എന്താണ്, ഓഡിറ്റ് റിലേഷൻഷിപ്സ്, ഡിസൈനിങ് ഇൻഫർമേഷൻ സിസ്റ്റംസ്, പിന്നെ ഈ HR ഓഡിറ്റിന്റെ വിവിധ അപ്രോച്ചുകൾ, കമ്പോണൻസ് ഓഫ് റിപ്പോർട്ട്, ഇതൊക്കെ 21. When it comes to unit 22, നമ്മൾ എന്താ മാനേജിങ് ചേഞ്ചിനെ കുറിച്ചാണ്. അതായത് ഈ ചേഞ്ചസ് വരുമ്പോഴത്തേക്കും അതിനെങ്ങനെ മാനേജ് ചെയ്യും, അപ്പൊ അതിന്റെ കാരണങ്ങൾ എന്താണ്, അതിനെ പ്രേരിപ്പിക്കുന്ന ഫോഴ്സ് എന്താണ്, ചേഞ്ച് റെസിസ്റ്റ് ചെയ്യുന്നു, ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവിധ അപ്രോച്ചുകൾ, മാനേജ്മെന്റ് ഗോൾസ്, ആക്ഷൻസ് ഒക്കെ ആയിരിക്കും ഇതിനകത്ത് വരിക. യൂണിറ്റ് 23 വരുമ്പോഴത്തേക്കും സ്ട്രെസ് മാനേജ്മെന്റ് ആണ്. അപ്പം എന്തൊക്കെയാണ് ഈ സ്ട്രെസ്സിന്റെ സോഴ്സസ്, എൻവയോൺമെന്റ് ഉണ്ടാകുന്ന സോഴ്സുകൾ, ഓർഗനൈസേഷണൽ ബേസിൽ, ഇൻഡിവിജ്വൽ ബേസിലുള്ള വിവിധ സ്ട്രെസ്സുകളുടെ സോഴ്സുകളെ കുറിച്ചും അതിന്റെ കോൺസിക്വൻസസ്, നമുക്ക് ഫിസിയോളജിക്കൽ ആയിട്ടുള്ള, സൈക്കോളജിക്കൽ ആയിട്ടുള്ള, ബിഹേവിയർ ആയിട്ടുള്ള കോൺസിക്വൻസസ്, പിന്നെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള വിവിധ ഈ സ്ട്രെസ് മാനേജ്മെന്റിന്റെ വിവിധ സ്ട്രാറ്റജീസ്, പിന്നെ ഏൻഷ്യൻ ഇന്ത്യൻ അപ്രോച്ചുകൾ ഒക്കെ ആയിരിക്കും കവർ ചെയ്യാം. അപ്പം ഇത്രയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ചെയ്യാൻ ഉദ്ദേശിച്ചത്. നമ്മൾ എന്താണ് HRM എന്നതിനെ കുറിച്ച് ഒരു വളരെ ബേസിക് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് പ്രൊവൈഡ് ചെയ്തു. അതിന്റെ റെലവൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ അതിനകത്തുള്ള 23 യൂണിറ്റ്സിനെ കുറിച്ചും വളരെ വളരെ സ്ലൈറ്റ് ആണ് സിലബസ് നമ്മൾ ഡീകോഡ് ചെയ്തു. അപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു.
സോ താങ്ക് യു.